ഇന്നിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെയും പ്രകടന പത്രിക പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഈ പ്രകടന പത്രികയിൽ സാധാരണഗതിയിലൊക്കെ മുൻപ് പറയുമായിരുന്നു പാലും തേനും ഒഴുക്കും എന്ന മട്ടിലാണ് വാഗ്ദാനങ്ങൾ. ഏറെക്കുറെ വേണമെങ്കിൽ പാലും തേനും ഒരു അല്പം നേർപ്പിക്കാം, പക്ഷേ ആ മട്ടിൽ തന്നെയാണ് വാഗ്ദാനങ്ങൾ. പല വാഗ്ദാനങ്ങളും UDFിൻ്റെയും LDFിൻ്റെയും ഏറെക്കുറെ ഒരേ വാഗ്ദാനങ്ങൾ ഒക്കെ തന്നെയാണ്. എന്തായാലും കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ മുതൽ കേരളത്തിലെ ഇടത്തരക്കാർക്കുമെല്ലാം വാരിക്കോരിയുള്ള വാഗ്ദാനങ്ങളാണ് ഇരു മുന്നണികളും നൽകുന്നത്. വാഗ്ദാനത്തിൻ്റെ കുറവ് കൊണ്ട് ഞങ്ങൾ തോൽക്കരുത് എന്നൊരു വാശിയിലാണ് രണ്ട് മുന്നണികളും ഇന്ന് പ്രകടന പത്രിക ഒരേ സമയം തന്നെയാണ്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് UDFിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നു. പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ കസേരകളിയിൽ തിരുവനന്തപുരം മണ്ഡലം, കേരളത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. അവിടെ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ചിത്രം എങ്ങനെയാണ്? ഒപ്പം നായകരുടെ നാളെയിൽ KC വേണുഗോപാൽ എന്ന കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന നേതാവിനെ കുറിച്ചുള്ള നായകരുടെ നാളെ. ഇത് മൂന്നും ചേരുന്ന ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. ആദ്യം പ്രകടന പത്രികയിലേക്ക് തന്നെ വരാം. NDAയുടെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഒരേ സമയം അപ്പുറത്ത് LDFിൻ്റെ പ്രകടന പത്രിക വരുന്നു, ഇപ്പുറത്ത് UDFിൻ്റെ പ്രകടന പത്രിക വരുന്നു. രണ്ടും ഏറെക്കുറെ സമാനമാണ് എന്നതുകൂടി പറയേണ്ടി വരും. കാരണം ഒരുത്തരുടെ പ്രകടന പത്രിക കേട്ട് മറ്റുള്ളവർ കുറച്ചുകൂടി കൂട്ടി വെക്കുക എന്നതിനപ്പുറത്തേക്ക് നേരത്തെയൊക്കെ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് പ്രകടന പത്രിക. ഇന്ന് അത്ഭുതം പോലെ ഏതെങ്കിലും ഒരു പുതിയ നിർദ്ദേശം അല്ലെങ്കിൽ ആളുകളെ ഞെട്ടിക്കുന്ന അങ്ങനത്തെ നിർദ്ദേശങ്ങളൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ വാഗ്ദാനങ്ങളൊന്നും പ്രകടന പത്രികയിലില്ല. പക്ഷേ നേരത്തെയൊക്കെ തന്നെ പറഞ്ഞതൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ നടപ്പായാൽ എന്തുകൊണ്ടാലും ഇനി ആര് ജയിച്ചാലും രണ്ടുപേരുടെയും പ്രകടന പത്രിക അത്രത്തോളം മെച്ചപ്പെട്ട വളരെ മികച്ച പ്രകടന പത്രികയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് നടപ്പാകുമോ ഇല്ലയോ എന്നൊക്കെ ആര് ഭരണത്തിൽ വരുന്നു, അവർക്ക് എങ്ങനെ നടപ്പാക്കാൻ കഴിയുന്നു എന്നൊക്കെ കാലം തെളിയിക്കേണ്ട ഒന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനം, റെയിൽ കണക്ടിവിറ്റി അടക്കമുള്ള അതിവേഗ റെയിൽ സൗകര്യം. എന്തായാലും ജനങ്ങൾക്ക് വേഗത്തിൽ സഞ്ചരിക്കണമെന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും യാതൊരു സംശയവുമില്ല. അത് വേണമെന്നുള്ളത് പൊതു ആവശ്യമായി, കേരളത്തിൻ്റെ ആവശ്യമായി LDFും UDFും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഭവന പദ്ധതിയാണ്. വീടില്ലാത്ത എല്ലാവർക്കും വീട്, എല്ലാവർക്കും പട്ടികജാതി വിഭാഗത്തിന് 2 ഏക്കർ ഭൂമി അടക്കമുള്ള വീടടക്കമുള്ള വാഗ്ദാനങ്ങൾ രണ്ടുപേരുടെയും പ്രകടന പത്രികയിലുണ്ട്. ക്ഷേമ പദ്ധതികൾ, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് LDFും പറയുന്നത്, UDFും ഒരുപോലെ തന്നെ പറയുന്നത്. എന്തായാലും ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അത് വോട്ടിന് എത്രത്തോളം പ്രധാനമാണ് എന്നത് രണ്ട് മുന്നണികളും ഒരുപോലെ തിരിച്ചറിയുന്നുണ്ട്. മറ്റൊന്ന് തൊഴിലവസരങ്ങളാണ്. കേരളത്തിൽ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അടക്കമുള്ള വമ്പൻ വാഗ്ദാനങ്ങളാണ്. ആകെയുള്ള സ്ത്രീകളിൽ പകുതി പേർക്കും തൊഴിൽ നൽകും എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ് രണ്ട് മുന്നണികളും. ചെറിയ വാക്കുകളിലും അല്ലെങ്കിൽ പദ്ധതികളുടെ ചില ആംഗിളുകളിലുമൊക്കെയാണ് വ്യത്യാസമുള്ളത്. അതുപോലെ സ്ത്രീകൾക്ക് കുറഞ്ഞ നിരക്കിലോ സൗജന്യമായിട്ടുള്ള യാത്ര രണ്ട് മുന്നണികളും ഒരുപോലെ തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇടത് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാമൂഹ്യക്ഷേമവുമാണ് അവർ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. കേവല ദാരിദ്ര്യം ഇല്ലാതാക്കും, അതിദരിദ്രരില്ലാത്തത് തുടരും എന്നുള്ളത് പറയുന്നു. ഏറ്റവും ദരിദ്രരായ 5 ലക്ഷം കുടുംബങ്ങളെ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുമെന്ന് പറയുന്നു. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കി. മുതിർന്ന പൗരന്മാർക്ക് ആഗോള മാതൃകയിൽ പരിരക്ഷാ പദ്ധതികൾ. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മുതിർന്ന പ്രായമായവരുടെ എണ്ണം കൂടുകയും അവരുടെ ആരോഗ്യ പരിരക്ഷ പ്രധാനപ്പെട്ട വിഷയമാകുകയും ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ പ്രാധാന്യം നൽകുന്നു. വയോജന കമ്മീഷനൊക്കെ വെച്ച ഒരു സർക്കാർ കൂടിയാണ്. പഠിച്ചാൽ ജോലി ഉറപ്പ് എന്നുള്ളതാണ് ഇടതുമുന്നണി പറയുന്നത്. പഠനം പൂർത്തിയാകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെൻ്റ് എന്നാണ്. എത്ര മനോഹരമായ സ്വപ്നമാണ് അത് നടപ്പായാൽ എന്നുകൂടി ആലോചിക്കണം. യുവജനങ്ങൾക്ക് സംരംഭങ്ങൾക്കായി പലിശരഹിത വായ്പ. തൊഴിൽ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് 50% പേർക്ക് തൊഴിലുറപ്പാക്കും. കുടുംബശ്രീ വഴി 20 ലക്ഷം വീട്ടമ്മമാർക്ക് പ്രാദേശിക തൊഴിലുകൾ ലഭ്യമാക്കും. നെല്ലിൻ്റെ തറവില 35 രൂപയാക്കും. നാളികേരത്തിന് 45 രൂപ, റബ്ബറിന് 300 രൂപയായി വർദ്ധിപ്പിക്കും. പാലുൽപാദനം സ്വയം പര്യാപ്ത കൈവരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിന്മേൽ ഉടമസ്ഥാവകാശവും ആദ്യ വിൽപ്പനാവകാശവും നൽകുന്നതിനുള്ള സമുദ്ര പരിഷ്കരണ നിയമം നടപ്പാക്കും എന്നുകൂടി പറയുന്നു. പശ്ചാത്തല സൗകര്യ വികസനത്തിലും LDF വലിയ വാഗ്ദാനങ്ങളാണ്. അടുത്ത 5 വർഷം കൊണ്ട് 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പശ്ചാത്തല വികസനത്തിലുണ്ടാകും. 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിൽ വന്നാൽ സ്വാഭാവികമായും കേരളം വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കും. ലൈഫ് മിഷൻ 2.0 വഴി അവശേഷിക്കുന്ന കുടുംബങ്ങൾക്ക് വീട് നൽകി കേരളത്തെ ആദ്യ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമാക്കും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ, രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മെട്രോ റെയിൽ വരുന്നതോടുകൂടി നഗരത്തിലെ ഗതാഗതത്തിന് വലിയ സൗകര്യത്തിലേക്ക് കേരളം വരുന്നു.
സാർവത്രിക ആരോഗ്യ പരിരക്ഷ, കാരുണ്യ പദ്ധതി, ആരോഗ്യ പരിരക്ഷ പറയുന്നു. തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും എന്ന് പറയുന്നു. ഇനി UDFിൻ്റെ പ്രധാനപ്പെട്ട നമുക്ക് അവരുടെ വാഗ്ദാനങ്ങളിലേക്ക് കടന്നാൽ വിശ്വാസ സംരക്ഷണ നിയമം പാസ്സാക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര നേരത്തെ പ്രഖ്യാപിച്ചതാണ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ധനസഹായം, ഇതൊക്കെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ചത് കൂടിയായിരുന്നു. യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, ക്ഷേമ പെൻഷൻ 3000 രൂപ. LDFും UDFും പറയുന്നുണ്ട് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത്. അതിപ്പം ആര് വന്നാൽ കൂടുതൽ കിട്ടും എന്നൊരു തർക്കം വേണ്ട, കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ മാത്രം തർക്കിച്ചാൽ മതി. എല്ലാ കുടുംബങ്ങൾക്കും ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതി. അത് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഏത് കാലത്ത് സാമാന്യം ഏത് രോഗം വന്നാലും അവർക്ക് ചികിത്സിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. അത് എങ്ങനെ സാധ്യമാകും എന്നുള്ളൊക്കെ ചോദ്യം രണ്ടാമതായി നിൽക്കുന്നു. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, അത് LDFും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജോലി ഉറപ്പാക്കാൻ ജോബ് വാച്ച് ടവർ, വയനാട്ടിൽ ട്രൈബൽ സർവകലാശാല, കോഴിക്കോട് തിരുവനന്തപുരത്ത് മെട്രോ, ലൈറ്റ് മെട്രോ പദ്ധതികൾ. അതായത് കോഴിക്കോട് തിരുവനന്തപുരം നഗരത്തിൽ എന്തായാലും മെട്രോയോ ലൈറ്റ് മെട്രോയോ എന്തെങ്കിലും രണ്ട് മുന്നണി വന്നാലും നടപ്പാക്കുമെന്നാണ് അവർ ഒരുപോലെ വാഗ്ദാനം ചെയ്യുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഷീ ഹോസ്റ്റലുകൾ ആരംഭിക്കും. ജിപ്മർ മാതൃകയിൽ ബില്ലില്ലാത്ത ആശുപത്രി സ്ഥാപിക്കും. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ബെഡ് അവരുടെ അവകാശമാക്കും. എല്ലാവർക്കും ബെഡ് കിട്ടുന്ന ആശുപത്രികൾ, അതാണ് ഒരു പ്രത്യേകമായി പറയുന്നത്. റബ്ബറിന് 300 രൂപ താങ്ങുവില രണ്ട് മുന്നണികളും ഒരുപോലെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ആശാവർക്കർമാരുടെ ദിവസവേതനം 700 രൂപയാക്കുമെന്ന് കൂടി UDF പറയുന്നുണ്ട്. അധികമായി സംസ്ഥാനത്ത് BPL കുടുംബങ്ങളിലെ രോഗികൾക്കുള്ള ഡയാലിസിസ് സൗജന്യമാക്കും. ഡയാലിസിസ് രോഗികൾക്കുള്ള തുടർ ചികിത്സ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും. പാചക തൊഴിലാളികൾക്ക് ഓണറേറിയം കൂട്ടും. സ്കൂളിലൊക്കെ പാചക തൊഴിലാളികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. യുവാക്കൾക്ക് കുടുംബശ്രീ പോലെ യുവശ്രീ പദ്ധതി, കുടുംബശ്രീ എങ്ങനെ വിജയകരമായ അതുപോലെ യുവശ്രീ പദ്ധതി തുടങ്ങുമെന്ന് പറയുന്നു. കമ്മ്യൂണിറ്റി കിച്ചൺ വിപുലീകരിക്കും. ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളിലെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി പ്രത്യേകമായ 24x7 പ്രത്യേക കസ്റ്റമർ കെയർ സംവിധാനം ഉണ്ടാക്കുമെന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ രണ്ട് മുന്നണികളുടെയും പ്രകടന പത്രിക, ഇപ്പോൾ 3 മുന്നണികളുടെയും പ്രകടന പത്രിക എത്തിക്കഴിഞ്ഞു. ഈ പ്രകടന പത്രിക വെച്ച് നമ്മൾ പൊതുവെ വിലയിരുത്തിയാൽ ഇന്ന പ്രകടന പത്രികയാണ് മെച്ചം, ഇന്ന പത്രികയാണ് മോശമെന്ന് പറയാൻ കഴിയില്ല. രണ്ടു കൂട്ടരും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട പദ്ധതികളാണ്. ചില മേഖലയിൽ ഓരോരുത്തരുടെ പ്രകടന പത്രികയിൽ അല്പം കൂടി മെച്ചപ്പെട്ട പദ്ധതികളുണ്ടെങ്കിൽ മറ്റു ചിലരുടെ പ്രകടന പത്രികയിൽ വേറെ ചില മേഖലയിൽ അല്പം കൂടി മെച്ചപ്പെട്ട പദ്ധതികളുണ്ട്. അങ്ങനെയാണ് വിശ്വാസ സംരക്ഷണം സംബന്ധിച്ച് UDFും LDFും ഒരുപോലെ. LDF അതിൽ മറ്റൊരു ആംഗിൾ കൂടി കാണുന്നു. ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കുമെന്നും പമ്പ ക്ലീൻ ചെയ്യുമെന്നും ഒപ്പം ദേവസ്വം ബോർഡിൻ്റേതല്ലാത്ത ക്ഷേത്രങ്ങളുടെ ഒക്കെ അവിടുത്തെ ശാന്തിക്കാർക്കും അവിടുത്തെ ജീവനക്കാർക്കുമൊക്കെ ക്ഷേമ നിധി കൊണ്ടുവരും എന്നൊക്കെ ഉള്ള ഒരു വാഗ്ദാനം കൂടിയുണ്ട്. എന്തായാലും അങ്ങനെ വിവിധ തട്ടുകളിലെ ആളുകളുടെ വോട്ട് എങ്ങനെ ശേഖരിക്കാം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച് രണ്ടുപേരും ഏറെക്കുറെ സമാനമായ പ്രകടന പത്രികയാണ് കേരളത്തിലെ ഇറക്കിയിരിക്കുന്നത്. സമാനമായൊരു പ്രകടന പത്രിക നേരത്തെ NDAയും 2 ദിവസം മുമ്പ് അവരുടെ പ്രകടന പത്രിക നേരത്തെ തന്നെ വന്നിരുന്നു. പക്ഷേ ഭരണത്തിന് വേണ്ടി മത്സരിക്കുന്നത് LDFും UDFുമാണ്. അവരുടെ പ്രകടന പത്രികയിൽ ഇനി അങ്ങനെ ഒരു വലിയ താരതമ്യത്തിനോ അല്ലെങ്കിൽ ഇന്നത് തീരെ മോശം മറ്റൊരു പ്രകടന പത്രികയിൽ ഈ വാഗ്ദാനം കൊണ്ട് അവർ മറ്റവരെ മറികടന്നു എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ മെച്ചപ്പെട്ട പ്രകടന പത്രിക തന്നെയാണ്.